ഹലോ ഗൈസ്, നറുവണ്ണ എന്ന ഞങ്ങളുടെ പുതിയ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ബട്ടർ ചിക്കനാണ്. പിന്നെ ഇത് ഞങ്ങളുടെ ആദ്യത്തെ വീഡിയോ ആണ്. എൻ്റെ അമ്മയുടെ ഹെൽപ്പ് കൊണ്ട് ഞാനൊരു കുക്കിംഗ് ചാനൽ ഉണ്ടാക്കിയതാണ്. അപ്പോൾ നിങ്ങളൊന്ന് സബ്സ്ക്രൈബും ലൈക്കും ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമാകും. യൂട്യൂബ് ചാനൽ ഉണ്ടാക്കണമെന്ന് എൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു. നടക്കാൻ പറ്റുമോ എന്നൊക്കെ അറിയില്ലായിരുന്നു. അപ്പോൾ നിങ്ങളൊന്ന് സബ്സ്ക്രൈബും ലൈക്കും ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം പ്ലീസ്. അപ്പോൾ നമുക്ക് ഒന്ന് വീഡിയോയിലേക്ക് കിടക്കാം. ഹലോ, നമ്മളിത് ഉണ്ടാക്കാൻ പോകുന്നത് ബട്ടർ ചിക്കനാണ്. അപ്പോൾ നമ്മൾ സാധനമൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. നമുക്ക് ബട്ടർ ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടത് 4 തക്കാളി, 2 സവാള, പിന്നെ മറ്റേ വെളുത്തുള്ളിയും ഇഞ്ചിയും ഇച്ചിരി കട്ട് ചെയ്ത് ഇച്ചിരി മതി. പിന്നെ ഇച്ചിരി കാഷ്യൂനട്ട്. ഞാൻ ചോപ്ഡ് കാഷ്യൂനട്ടാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ഏത് കാഷ്യൂനട്ട് ഉപയോഗിച്ചാലും വർക്കാവും. നമ്മൾ അരയ്ക്കാനുള്ളതായതുകൊണ്ട് ഞാൻ ചോപ്ഡാണ് ഉപയോഗിക്കുന്നത്. ഞാനിപ്പോൾ ഒരു പാൻ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇൻഡക്ഷൻ കുക്കറിലാണ്. ഇപ്പോൾ ഗ്യാസൊന്നും ഇല്ലല്ലോ. അപ്പോൾ യുദ്ധകാല ഗ്യാസൊന്നും ഇല്ല. ഇത് വീഡിയോ എടുക്കുന്ന സമയത്ത് ഗ്യാസൊന്നും ഇല്ല. അവിടെ ഞങ്ങൾ ഇൻഡക്ഷൻ കുക്കറാണ് ഉപയോഗിക്കുന്നത്. 800 ഹീറ്റിലിട്ടിട്ട് ബട്ടർ ഒരു ചങ്ക് ഇടണം. നിങ്ങൾക്ക് ആവശ്യമുള്ള ബട്ടർ ഇട്ടു. നിങ്ങൾ എത്ര ബട്ടർ ചിക്കൻ എത്ര ക്വാണ്ടിറ്റിയാണ് ഉണ്ടാക്കുന്നത് അത്ര ബട്ടർ ഇടുന്നത് നല്ലതാണ്. മെൽറ്റാണ് വരെ ഇങ്ങനെ ചൂടാക്കിക്കൊണ്ടിരിക്കുക. ഞങ്ങളിപ്പോൾ 800ലാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ 800 ഇട്ടാൽ മതിയാവും ഒന്ന് മെൽറ്റ് ആവാൻ. അപ്പോൾ മെൽറ്റാണ് വരെ ഇങ്ങനെ ചൂടാക്കി വെക്കുക. ഞങ്ങൾ എങ്ങോട്ട് പോരുന്നുണ്ടോ, ചിലപ്പോൾ അത് എവിടെ കത്തി പിടിക്കും. അതുകൊണ്ട് ഇങ്ങനെ നൊയിച്ച് പെട്ടെന്നാവും കേട്ടോ. 800 അങ്ങനെ ഇടാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ അത് എന്തെങ്കിലും കത്തി പിടിക്കുകയും ചെയ്യും. അപ്പോൾ 800 ഇടാൻ ശ്രമിക്കുക. ഓക്കെ, ബട്ടറൊക്കെ ഒന്ന് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത സവാള ഇടുക. നമ്മൾ ചോപ്പ് ചെയ്ത് 4 സവാളയും അതിലേക്ക് തന്നെ ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ അതിൻ്റെ മുകളിലേക്ക് ഇടുന്നത് ഇച്ചിരി ഇഞ്ചിയും വെളുത്തുള്ളിയാണ്. നമ്മൾ പേസ്റ്റ് ഉപയോഗിക്കില്ല, ഞങ്ങൾ നേരിട്ട് തന്നെ ഇഞ്ചി വെളുത്തുള്ളി ഉപയോഗിക്കുകയാണ്. ഇച്ചിരി ഉപ്പിടുക. അത് കഴിഞ്ഞിട്ട് ഇത് ഒരു ബ്രൗണിഷ് കളറാവണ വരെ ഇങ്ങനെ ഒരു സ്റ്റിക്ക് കൊണ്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഞങ്ങൾ ഇപ്പോൾ ഒരു പിഞ്ച് ചെറിയൊരു വെള്ളി കൊള്ളാത്ര ഉപ്പ് ഇട്ടത്തുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇച്ചിരി കൂടി ഇടാം. നിങ്ങൾ ഇച്ചിരി കൂടി ക്വാണ്ടിറ്റി ബട്ടർ ചിക്കൻ ഉണ്ടാക്കണമെങ്കിൽ. ഞങ്ങൾ ഇച്ചിരി ഉണ്ടാക്കുന്നുള്ളൂ, അതുകൊണ്ട് ഞങ്ങൾ ഇച്ചിരി ഉപ്പ് ഇട്ടത്. നിങ്ങൾക്ക് ചെറുതായിട്ട് വഴഞ്ഞ് വരുമ്പോൾ നമ്മൾ അതിലേക്ക് ഗരം മസാലയും ഇച്ചിരി കാശ്മീരി പൗഡറും ഇടാം. ഗരം മസാല ഇച്ചിരി ഉള്ളിട്ടാൽ മതി. കാശ്മീരി പൗഡർ അതിലെ കളർ കിട്ടാനാണ്. നിങ്ങൾക്ക് യെല്ലോ കളർ പോലത്തെ അല്ലെങ്കിൽ ഓറഞ്ച് കളർ നിങ്ങളുടെ ചോയ്സാണ്. എരിവില്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ഇടാം. ബട്ടർ ചിക്കൻ ഏത് കളറാണ് നിങ്ങൾക്ക് ഇഷ്ടമെന്ന് നിങ്ങളുടെ ചോയ്സാണ്. ഓറഞ്ച് അല്ലെങ്കിൽ യെല്ലോ. സാധാരണ ആൾക്കാർ യെല്ലോ ആണ് ബട്ടർ ചിക്കൻ ഒഴിക്കാറ്. ചില ആൾക്കാർക്ക് ഓറഞ്ചും ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങളുടെ ചോയ്സിൽ നിങ്ങൾക്ക് കാശ്മീരി മുളക് പൊടി ഇടാം. അപ്പോൾ കാശ്മീരി മുളക് പൊടി ഇട്ടിട്ട് 1 സ്പൂൺ മതി വിനാഗിരി ഇട്ട് കൊടുത്തോ. പുകയെല്ലാം പോയി നമുക്ക് അതിന് മുകളിലേക്ക് ഇച്ചിരി തക്കാളി ഇട്ട് കൊടുക്കണം. ഇനി നമ്മളതൊന്ന് ഇളക്കിയെടുക്കണം. ഒന്ന് വഴഞ്ഞ് വറുത്തായിട്ട് ഇളക്കിയെടുക്കണം. അത് ചെറുതായി വഴഞ്ഞ് വരുമ്പോൾ നമുക്കതിൽ 2 ഗ്ലാസ് വെള്ളം അതിമുകളിൽ ഒഴിച്ചിട്ട് 15 മിനിറ്റ് അടച്ചിട്ട് വേവിക്കണം. ഇത് വേവാൻ വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത്. അതിലേക്ക് ഒരു പിടി കാഷ്നട്ട് ഇടണം. മറന്നുപോയി. നിങ്ങൾ അടയ്ക്കുന്നതിന് മുന്നേ കാഷ്നട്ട് ഇട്ടത് വേണം അടയ്ക്കാൻ. ഓക്കെ, ഇതിപ്പോൾ ഇച്ചിരി നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടാതെ വെക്കാം. ഇപ്പോൾ ചിക്കൻ വറുക്കാൻ പോവാണ്. ആ സമയത്തോടെ ചൂടായിക്കോളും. നമ്മൾ 15 മിനിറ്റ് മാഗ്നേറ്റ് ചെയ്ത് വെച്ച ചിക്കനാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ നമ്മളത് വറുക്കണ സമയത്തോടെ നമ്മൾ 15 മിനിറ്റ് വറുക്കണ മുന്നേ ചിക്കൻ മാഗ്നേറ്റ് ചെയ്ത് വെച്ചാൽ അപ്പോൾ 15 മിനിറ്റ് അത് കുക്ക് ചെയ്യുന്ന സമയത്തോടെ ഇത് മാഗ്നേറ്റ് ആയി. അപ്പോൾ നമ്മൾ വറുത്തെടുക്കാൻ പോവാണ്. നമ്മൾ ഷാലോ ഫ്രൈ ആണ് നമ്മളിന്ന് വറുത്തെടുത്തൊക്കെ പോകുന്നത്. പാനിൽ ഇച്ചിരി എണ്ണ ഒഴിച്ചിട്ടുണ്ട്. നമ്മൾ ചൂടായി വരുമ്പോൾ നമുക്ക് അതിന് മുകളിലേക്ക് ചിക്കൻ ഇടാം. ഷാലോ ഫ്രൈ ആയതുകൊണ്ട് നമ്മൾ ഇച്ചിരി കുറച്ച് എണ്ണയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ചിക്കനൊക്കെ വറുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് ആക്കാം. നമ്മുടെ കൂള വീട് വെച്ച സാധനം നമ്മളൊരു മിക്സിയിലിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇങ്ങനത്തെ ഒരു ബട്ടർ ചിക്കൻ്റെ കളർ വരും. നമുക്കതിൽ ഇച്ചിരി വെള്ളവും ചേർത്തിട്ട് ഇച്ചിരി ലൂസായിട്ടുള്ള ഗ്രേവി അതിൻ്റെ മുകളിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഇതൊന്ന് ഇച്ചിരി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് ഇച്ചിരി ചൂടാക്കിയിട്ട് ഇളക്കിയിട്ട് നമ്മൾ അതിൻ്റെ മുകളിലേക്ക് 1 സ്പൂണ് ടൊമാറ്റോ സോസ് ഒഴിക്കണം. ഇച്ചിരി വറുത്ത് വെച്ച ചിക്കൻ അതിൻ്റെ മുകളിലേക്ക് ഇടുക. അപ്പോൾ ഇതിലേക്ക് 1 സ്പൂണ് ബട്ടർ, നമ്മൾ മുമ്പിട്ടതുപോലെ ഇച്ചിരി ബട്ടർ, അതിൻ്റെ മുകളിലേക്ക് ഇച്ചിരി ഫ്രഷ് ക്രീം,
കസ്തൂരി മേത്തി ഇടുക. ഇച്ചിരി മിക്സാക്കി കൊടുക്കാം. ക്രീം നമുക്ക് അതിൻ്റെ മുകളിൽ ഗാർണിഷ് ചെയ്യാം. അതിന് മുകളിലേക്ക് ഇച്ചിരി കൂടി കസ്തൂരി മേത്തി എടുത്ത് കൊടുക്കാം ഒരു ഭംഗിക്ക്. ബട്ടർ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. ബട്ടർ ചിക്കൻ റെഡി ആയി വന്നിട്ടുണ്ട്. നിങ്ങളും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ പൊറോട്ടയുടെ കട്ടച്ചായയുടെ കൂടെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ ബൈ. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ബട്ടർ ചിക്കൻ ഉണ്ടാക്കുന്നത്. നിങ്ങൾ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.